നിങ്ങൾ ഈ വീട്ടിൽ വരുന്നത് പോലെ തന്നെ ഈ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ചെത്താൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ആ പെൺകുട്ടിയുടെ കൂടെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. തൽക്കാലം അവർ അബ്സ്കോണ്ടിങ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കാര്യം കൂടെ, ആ പെൺകുട്ടിയോടും ആർക്കും പ്രതികാരമല്ല ഉള്ളത്, പക്ഷെ നീതിയാണ് വേണ്ടത്. ഇപ്പം ചിലപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ചില ആൾക്കാരൊക്കെ വളരെ മോശം കമന്റുകൾ ആ പെൺകുട്ടിക്കെതിരെ ഇടുന്നത് പറ്റും കിട്ടും. അതിനോടൊന്നും ആരും യോജിക്കുന്നില്ല. കാര്യം പ്രതികാരമല്ല നീതി. പക്ഷേ ദീപകിന് നീതി കിട്ടണം, ദീപകിന്റെ കുടുംബത്തിന് നീതി കിട്ടണം. ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ആത്മഹത്യാ പ്രേരണയും IT ആക്ടും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം. അത് വേറൊന്നും കൊണ്ടല്ല, അതാണ് നിയമം എന്നുള്ളത് കൊണ്ടാണ്. നാളെ ഏറ്റവും പ്രധാനം, നാളെ വേറൊരാളുടെ കണ്ടന്റിന് വേണ്ടി നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതം ഇല്ലാതായ, ഞാനിത് പറയുന്ന ഒരു അച്ഛനായിട്ട് കൂടെയാണ്. അതായത് ഞാൻ 2 ആൺകുട്ടികളുടെ അച്ഛനാണ്. ഒന്നാമത്തെ മോന് 9 വയസ്സും രണ്ടാമത്തതിന് 2 അല്ലെങ്കിൽ 3 വയസ്സുമാണ്. നാളെ അവൻ വളർന്നു വരുമ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ ഡിജിറ്റൽ മീഡിയ ഉള്ള ലോകമായിരിക്കും. നാളെ അവരുടെ കണ്ടന്റിനായിട്ടോ അവരുടെ ശത്രുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യരുത്. നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിക്കടക്കം മകനുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ആൺമക്കളും ഉള്ളതാണ്. സ്ത്രീകളോടൊപ്പം തീർച്ചയായിട്ടും വേണം, എല്ലാവിധ പിന്തുണയും സ്ത്രീകൾക്കുണ്ട്. എന്നാൽ പുരുഷന്മാർക്കും കൂടി സപ്പോർട്ട് വേണം. ഇന്ന് 11:30 പ്രസ് മീറ്റ് ഉണ്ട്. ആ പ്രസ് മീറ്റിലും